സംസാരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഈ മറവി രോഗം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ സ്റ്റേജ് വൈസ് ആയിട്ടാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ അതായത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുക, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കുക, ആ വെച്ച സ്ഥലം മറന്നു പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ തുടക്കത്തിൽ അവർക്ക് തന്നെ അറിയാം എനിക്കിടായിട്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറന്നു പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ ചെയ്യാം. അതുപോലെ തന്നെ അവർ നമ്മളോട് പറയുകയും ചെയ്യും, ഞാൻ ഇവിടെ വെച്ചതാണ്, മറന്നു പോയതാണ്, കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഇവർക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് പേഷ്യന്റിന് അറിയാൻ കഴിയുമെന്ന് നമ്മളോട് പറയുകയും ചെയ്യും. ഇത് ഏകദേശം ഒരു 6 മാസം മുതൽ ഒരു 1-1.5 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കാം. ഡിപ്പെൻഡ്സ് ഓരോ പേഷ്യന്റിന്റെയും ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഇതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഓർമ്മക്കുറവുള്ള ഒരു വിഷയം തന്നെ അവർ മറന്നു പോകും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും വെച്ചത് കാണാനില്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോയോ എന്നുള്ള രീതിയിൽ സംശയം ഉണ്ടാവാം. ചിലപ്പോൾ എന്നെ ആരും നോക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കംപ്ലയിൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരു സമയത്ത് അവർ പറയും, അവരുടെ കൺസേൺ അവർ പറയും, അതായത് എന്നെ ആരും നോക്കുന്നൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ എന്തോരം നോക്കിയത് അവരിപ്പോൾ നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ പറയും. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചത് മറന്നു പോകും, അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ മറന്നു പോകും. അത് മറ്റുള്ളവർ എടുത്തതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളും തോന്നലുകളും ഒരു പേടി, ഒരു ആങ്സൈറ്റി പോലെയുള്ള സംഭവങ്ങളെല്ലാം ഈ സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സമയത്ത് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവാം, അതേപോലെ പെട്ടെന്ന് സങ്കടം, അങ്ങനത്തെ രീതിയിലുള്ള മൂഡ് ചേഞ്ചസ് ഒക്കെ ഈ സ്റ്റേജിൽ ഉണ്ടാവാം. ഇത് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ നല്ലൊരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അതായത് ആൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മെല്ലെ മെല്ലെ മറന്നു പോവുകയും ചെയ്യും, പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരികയും ചെയ്യും. ഈ പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ, കാരണം സ്വന്തം വീട് ഇതല്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിലല്ല വേറെ വീട്ടിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് വരുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഓർമ്മ വരികയും ചെയ്യും, ഇപ്പോഴത്തെ ഓർമ്മ മറന്നു പോവുകയും ചെയ്യും. അപ്പം മരിച്ചവരെ കുറിച്ചായിരിക്കും കൂടുതൽ ചോദിക്കുക, മക്കളെ തിരിച്ചറിയാനുള്ള ശേഷി കുറഞ്ഞു പോവുകയും ചെയ്യും. ഈ സമയത്ത് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതായത് ടോയ്ലറ്റ് പോകുമ്പോഴേക്കും മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരും. സാധാരണ രീതിയിൽ ബ്ലാഡറിൽ യൂറിൻ ഒരു ക്വാണ്ടിറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു മെസ്സേജ് പോകും, അപ്പോഴേ നമ്മൾ മൂത്രമൊഴിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മെസ്സേജ് നമ്മളുടെ ബ്രെയിനിൽ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അല്ലെങ്കിൽ ഡിലേ വരും, അങ്ങനെ വേണം പറയാൻ, ഡിലേ വരും. അപ്പോൾ ആ ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവർ മൂത്രം അറിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നീട് മൂത്രം ഒഴിച്ചത് അല്ലെങ്കിൽ പരിസരബോധമില്ലാതെ ഒഴിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ എത്തും. ഇതാണ് തേർഡ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണം.